ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ന്യൂജൻ വെറൈറ്റികളുമായി പടക്ക വിപണി സജീവമായി. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തവണയും പുതുമയാർന്ന ഇനം പടക്കങ്ങളാണ് വിപണി കീഴടക്കുന്നത്. എല്ലാ മേഖലയിലും പോലെ പടക്ക വിപണിയിലും യുദ്ധം പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. വിഷുവിന് മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പടക്കം. ഇക്കൊല്ലവും പുതുമകളേറിയ പടക്കങ്ങൾ വിപണി കീഴടക്കുകയാണ്. ഭൂമി കുലുക്കുന്ന അമരത്തിനപ്പുറം നിറത്തിലും സ്വഭാവത്തിലും പുതുമയുള്ള ഇനങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും കമ്പിത്തിരിക്കും മേശപ്പൂവിനും നിലച്ചക്രത്തിനും തന്നെയാണ് ഡിമാൻഡ്. പാക്കറ്റിന് 10 രൂപ മുതൽ 500 രൂപ വരെയുള്ള കമ്പിത്തിരകൾ എത്തിയിട്ടുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് പൊട്ടുന്ന പടക്കങ്ങൾക്ക് കച്ചവടം കുറവാണ്. കൂടുതലും ചൈനീസ് പടക്കങ്ങളാണ് വിറ്റഴിയുന്നത്. വട്ടത്തിൽ വിരിയുന്ന കുടക്കമ്പിത്തിരി, സിൽവർ ഫിഷ്, ഷോർട്ട് ടോയ് ഗൺ തുടങ്ങിയ വെറൈറ്റി ഇനങ്ങളാണ് പടക്ക വിപണിയിലെ താരങ്ങൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ മിക്ക ഇനങ്ങളിലും വില കൂടിയിട്ടുണ്ട്. സർവ്വമേഖലയെയും പോലെ പടക്ക വിപണിയിലും യുദ്ധം പ്രതിസന്ധി സൃഷ്ടിച്ചു. സൾഫറിന്റെ ഇറക്കുമതി കുറഞ്ഞത് പടക്ക നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചതായി വ്യാപാരികൾ പറയുന്നു. യുദ്ധത്തിന്റെ ഭാഗമായി ശിവകാശിയിൽ വലിയ പ്രതിസന്ധിയാണ്. ഞങ്ങൾക്ക് സാധനം വരുന്നത് ശിവകാശിയിലാണ്. സൾഫറിന് 2000 രൂപക്ക് കിട്ടിയിരുന്ന സൾഫർ 10,000 രൂപ കൊടുക്കാനും കിട്ടാത്ത അവസ്ഥയിലേക്ക് നിരവധി പടക്ക കമ്പനികൾ അടച്ച് കുത്തരി നേരിട്ടുകൊണ്ടിരിക്കുക ശിവകാശി. ഞങ്ങൾക്ക് തുടക്കത്തിൽ വന്ന സാധനം ഇപ്പോൾ കഴിഞ്ഞ് രണ്ടാമത് ഓർഡർ കൊടുക്കുമ്പോൾ ഈ സാധനം ഉള്ളത് ഇരട്ടി വിലക്കാണ് അവർ പറയുന്നത്. കുറേ കമ്പനികൾ തന്നെ പൊട്ടിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെ സാധനം കൃത്യമായിട്ട് എത്തിക്കാൻ കഴിയുന്നില്ല. പെട്രോളിന്റെ പടക്ക കച്ചവടത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കർശന നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ വഴിയോര പടക്ക വിപണികൾ കുറവാണ്. വിഷു അടുക്കുംതോറും പടക്ക വിപണികളിൽ ഇനിയും തിരക്ക് വർദ്ധിക്കും. മെയ് ആദ്യം തിരഞ്ഞെടുപ്പ് ഫലം വരുമെന്നതിനാൽ വിഷു കഴിഞ്ഞാലും പടക്ക വിപണിയിൽ കച്ചവടം പൊടിപൊടിക്കുമെന്നാണ് പ്രതീക്ഷ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.